പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊരു കഥ പറയാം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരാളിലൂടെ കേട്ട ഒരു കഥയാണ്. പക്ഷേ ആ കഥ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കി. ഇന്നത്തെ ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ, പഠിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല കഥ. ആ കഥ ഇപ്രകാരമായിരുന്നു. ഒരമ്മ തനിക്ക് ഏറ്റവും പ്രിയനായ ഒരേ ഒരു മകനേ ഉള്ള ആ മകനെ കുഞ്ഞുപ്രായം തൊട്ട് ഇങ്ങനെ വളർത്തി നല്ല രീതിയിൽ അതിനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടെ കൊടുത്തും സന്തോഷിപ്പിച്ചുമൊക്കെ ആ കുഞ്ഞിനിങ്ങനെ വളർത്തുവാൻ തുടങ്ങി. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ചെറുപ്രായത്തിൽ അല്പം വളർന്ന് മുന്നോട്ട് കയറുമ്പോൾ ചെറിയ ചെറിയ വികൃതികൾ ആ കുഞ്ഞ് കാണിക്കും. ആ അമ്മ ആ കുഞ്ഞിനെ ആ വികൃതികൾ കാണിക്കുമ്പോൾ തിരുത്താത്ത ആ കുഞ്ഞിൻ്റെ വികൃതികളെല്ലാം കുഞ്ഞു പ്രായമല്ലേ എന്ന് പറഞ്ഞ് തിരുത്താതെ ഇരുന്നു. ആ വികൃതികൾക്കകത്ത്, കുറുമ്പുകൾക്കകത്ത് ചില വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ കളവ് ചെയ്ത് മാറ്റിവെക്കുമ്പോൾ അമ്മ അതിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞ് വളരും തോറും കുഞ്ഞിൻ്റെ കൂടെ ഈ സ്വഭാവം കൂടി വളരുവാൻ തുടങ്ങി. അല്പകാലങ്ങൾ കഴിഞ്ഞു, കുഞ്ഞിന് പക്വതയായി, പാകതയായി. ആ കുഞ്ഞ് പലയിടങ്ങളിൽ നിന്നും ചെറിയ ചെറിയ, സ്കൂളിൽ നിന്ന് ചെറിയ പെൻസിലുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ കൂട്ടുകാരുടെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വരുക ഒരു പതിവാക്കി. അപ്പോഴൊക്കെയും അതിൻ്റെ അപ്പൻ അതിനെ ശാസിക്കുമ്പോഴും അമ്മ അതിനെ എതിർത്തു. കുഞ്ഞല്ലേ, അവൻ എന്തറിയാം, കുഞ്ഞല്ലേ, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് എതിർത്തു. എന്നാൽ അപ്പൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അമ്മ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾക്കകത്തുള്ള ആ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. അവനതൊരു വളരെ ലാഘവത്തോടു കൂടി അവന് വീണ്ടും അത് ചെയ്യാൻ ഉള്ളൊരു പ്രേരണയായിട്ട് മാറി. കുറേ കാലങ്ങൾ കഴിഞ്ഞു. അവൻ്റെ അപ്പൻ മരിച്ചു, അവൻ വളർന്നു. ആ കുഞ്ഞ് വലിയ ഒരു മോഷ്ടാവായി മാറി. ജീവിതത്തിനകത്ത് ഒരുപാട് കളവുകൾ അവൻ ചെയ്തു. പലർക്കും അവനൊരു പരിഭ്രാന്തി ഉളവാക്കുന്ന രീതിയിൽ മോഷണങ്ങൾ ആരംഭിച്ചു. ചെറിയ ചെറിയ മോഷണങ്ങളിൽ തുടങ്ങി വലിയ മോഷണത്തിലെത്തിയ ആ തലമുറ അല്പകാലം കഴിഞ്ഞപ്പോൾ നിയമപാലകരാൽ പിടിക്കപ്പെട്ടു. വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് കോടതി അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഒരുപാട് തവണ ചെയ്തതും പിടികിട്ടാത്തതുമായ അനേക കേസുകൾ അവനുള്ളത് കൊണ്ട് ആ കഥയിൽ ഇങ്ങനെയാണ്, അവന് മരണശിക്ഷയാണ് വിധിച്ചത് മരണശിക്ഷയാണ്. പക്ഷെ മരണശിക്ഷയുടെ അവസാനത്തെ ആ ദിവസം, ആ ശിക്ഷ നടപ്പാക്കേണ്ട ദിവസം വന്നപ്പോൾ ആ ശിക്ഷ ഇപ്രകാരമായിരുന്നു. കസാരയിൽ ഒരു പ്രത്യേക ഇലക്ട്രിക് ചെയറിൽ കൊണ്ടുവന്ന് അവനെ ഇരുത്തുക. ഇരുമ്പ് കസാരയാണ്. ആ കസാരയിൽ കൊണ്ടിരുത്തി അവനെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് അങ്ങനെ മരിച്ചു പോകുന്ന ഒരു രംഗമാണ് മരണത്തിൻ്റെ രംഗം. ഇങ്ങനൊരു ശിക്ഷ അവൻ്റെ ലൈഫിലേക്ക് ഒരു നല്ല പ്രായം എത്തിയപ്പോഴാണ്, ഒരു കുടുംബസ്ഥനാകാൻ ആ കാലഘട്ടം ഏകദേശം നല്ലൊരു പ്രായം എത്തിയപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. ആ മരണത്തിൻ്റെ അവസാനത്തെ സമയം, ശിക്ഷാവിധി നടപ്പാക്കുന്ന സമയത്ത് അവസാനം നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഇങ്ങനെയാണ് പറഞ്ഞത്: എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാനിരിക്കുന്ന ഈ ചെയറിനടുത്ത്, ഈ കസാരയ്ക്കടുത്ത് ഇതുപോലെ മറ്റൊരു കസാര കൂടി കൊണ്ടിട്ട് എൻ്റെ അമ്മയെ ഇതിനകത്ത് കൊണ്ടിരുത്തണം. പെട്ടെന്ന് അവിടെ നിന്നവർ വല്ലാതെ അമ്പരന്നു. അതെന്താണ് കാര്യം? പറഞ്ഞത്, എന്നെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനൊരു ശിക്ഷ എൻ്റെ ജീവിതത്തിൽ വന്നു കയറാൻ തക്കവണ്ണം എല്ലാ തരത്തിലും എന്നെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയത് എൻ്റെ അമ്മയാണ്. ഞാൻ കൊച്ചുപ്രായത്തിൽ ചെയ്ത ചെറിയ തെറ്റുകളെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ആകത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ ഇങ്ങനെ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശവാക്യം 22-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ. ഒരു കുഞ്ഞ് ഒരു ചെറുപ്രായത്തിൽ അവൻ എങ്ങനെ വളരണമോ അവനെ വളർത്തേണ്ടുന്ന രീതിയിൽ, അവനെ നല്ല രീതിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവനെ പരിശീലിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. ചില ചൊല്ലുകൾ നാട്ടിൻപുറത്ത് നമ്മുടെ ഇടകളിലൊക്കെ ഉള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ ദൈവവചന പ്രകാരം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അഭ്യസിപ്പിക്കേണ്ടുന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ വളർത്തുവാൻ, അഭ്യസിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ ഈ കഥയിലൂടെ, ഈ ഒരു ചെറിയ മെസ്സേജിലൂടെ, ഈ മെസ്സേജ് കേൾക്കുന്ന, കാണുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്.
നാളുകളിൽ നിങ്ങളുടെ തലമുറകൾ വളർന്നിട്ട് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കാനും, സമൂഹത്തിൽ ലോകത്തിൽ നിങ്ങളുടെ തലമുറ നശിച്ചു പോകാതിരിക്കാനും, അവരുടെ യൗവനത്തിൽ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കുവാനും, അവർ ശക്തരായി മാറുവാനും, സമൂഹത്തിനും ദൈവത്തിനും ജനത്തിനും ഒരുപോലെ പ്രയോജനമുള്ളവരായി മാറുവാനും തക്കവണ്ണം ഒരു നല്ല മാതൃകയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഈ കഥ വെറും ഒരു കഥയായിട്ടല്ല, ഇതൊരു ചിന്താവിഷയമായി നിങ്ങൾ ഏറ്റെടുക്കുക. ആ മകൻ പറഞ്ഞതുപോലെ, ഞാൻ ഇങ്ങനെ ഈ കസാരയിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എൻ്റെ അമ്മ ഈ കസാരയിൽ മറ്റൊരു കസാരയിൽ ഇരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മ മരണയോഗിയാണ്. വളർത്തിയത് കുറ്റമായെന്ന് ഒരു മക്കളും പറയാതിരിക്കാൻ ഒരു നല്ല ചിട്ടയായ ശീലത്തിൽ ചെറിയ ചെറിയ കളവുകളും ചെറിയ ചെറിയ തെറ്റുകളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നല്ലതെന്ന് കണ്ടവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പറഞ്ഞു തിരുത്തുവാനും നല്ലതിലേക്ക് അവരെ വളർത്തുവാനും ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങളെയും തിരുത്തേണ്ടുന്ന സമയത്ത് തിരുത്തുവാനും വളർത്തേണ്ടുന്നത് പോലെ വളർത്തുവാനും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായിട്ട് ആ കുഞ്ഞുങ്ങൾ തീരുവാനും അവരപ്രകാരം വളർത്തിയെടുക്കുവാനുള്ള എല്ലാ ദൈവകൃപയും എല്ലാ മാതാപിതാക്കൾക്കും കർത്താവ് കൈമാറട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ ധാരാളമായ കൃപകളാൽ നിറയുമാറാകട്ടെ.